ലക്ഷ്മി മിൽസ്നാ கரெக்ட். கோயம்புத்தூரில் லக்ஷ்மி மில்ஸ் லுலு மாலுக்கு நம்ம இப்போ வந்திருக்கோம். നമ്മുടെ ലുലു മാളിലല്ല. ஃபைனலி நம்ம கோயம்புத்தூர் லுலு மால் வந்துட்டோம். எங்கேயுமே பார்க்கிங்க்கு இடம் இல்லை. கடைசியாக தேடிட்டு இருக்கோம். இல்லைங்க, அந்த சைடும் இடம் இல்லை. நம்ம இன்னொரு சைடு வந்திருக்கோம். ഫൈനലി പാർക്ക് பண்ணிட்டோம். ഹലോ, അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഇൻട്രോ ഒന്നുമില്ല. ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നത് സന്തോഷാണ്, ഞങ്ങളുടെ ബ്രദറാണ്, കോയമ്പത്തൂരാണ്. അപ്പം ആദ്യമായിട്ടാണ് ഞാൻ തമിഴ്നാട്ടിലെ ലുലു മാളിൽ പോകുന്നത്. എനിക്ക് ലുലു മാൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം പുറമേ നോക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഉള്ളിലൊക്കെ നമ്മുടെ നോർമൽ ലുലു മാളിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണെങ്കിലും സാധാരണ ലുലു മാളിനെക്കാട്ടിലും നല്ല ഒരു എന്ന് വെച്ചാൽ നല്ല ഫീച്ചറാണ് ഇതിൻ്റെ. പുറമേ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയറും നിറയെ ഇരിക്കാനുള്ള സ്ഥലങ്ങളും അതേപോലെ തന്നെ ഒരു പഴയ രീതിയിലാണ് അത് പണിതേക്കുന്നത് തന്നെ. ഒറ്റ ഫ്ലോറേ ഉള്ളൂ, കല്ലുകളൊക്കെ കൊണ്ടൊക്കെയാണ് പണിതേക്കുന്നത്. നല്ലൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്യും ഇവിടെ വന്നാൽ. പിന്നെ ലക്ഷ്മി മിൽസ് ലുലു മാൾ എന്നാണ് എനിക്ക് തോന്നുന്നു. അവരിൽ നിന്നായിരിക്കും ഇത് വാടകയ്ക്ക് എടുത്തേക്കുന്നത് തോന്നുന്നു. ലക്ഷ്മി മിൽസിൻ്റെ വേറെ കുറേ ബിൽഡിങ് അവിടെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കേരളത്തിൽ കാണുന്ന ലുലു മാളിൻ്റെ ഒരു രീതിയിലേ അല്ല ഇത് പണിതേക്കുന്നത്. പിന്നെ ഒറ്റ ഫ്ലോറേ ഉള്ളൂ, ആ ഫ്ലോറിലെല്ലാം തന്നെ ഉണ്ട്. ലുലു മാൾ കോയമ്പത്തൂരിൻ്റെ അറ്റ്മോസ്ഫിയർ സൂപ്പറായിട്ടുണ്ട്. പിന്നെ നമുക്ക് പർച്ചേസൊക്കെ ചെയ്തിട്ട് ഇരിക്കാൻ കുറേ സ്ഥലമുണ്ട്. ஃபைனலி நம்ம லுலு மால் என்ட்ரன்ஸ் வந்துட்டோம். அங்கே 2 பேர் போயிட்டுருக்காங்க. நம்மளை விட்டுட்டு போயிட்டாங்க. இருங்க, நம்ம போயிடலாம். அப்பா, கடல் மாதிரி இருக்குங்க. உள்ளே வந்ததும் அவ்வளோ வச்சுருக்காங்க. ത്രേവ சொன்னேன். ഉള്ളിൽ കയറിയാൽ കോമൺ ആയിട്ട് കാണുന്ന കുറേ സാധനങ്ങളുണ്ട്. നമ്മുടെ എല്ലാ ലുലു മാളിലും കാണുന്ന അതേ സാധനങ്ങൾ. പിന്നെ ചില സാധനങ്ങൾ നമ്മൾ സ്റ്റേറ്റ് മാറുമ്പോൾ ചില സാധനങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ അത് ഈ ഹൈപ്പർ മാർക്കറ്റിലായിരിക്കും കൂടുതലും കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളൂ നമ്മൾ വെറൈറ്റി ആയിട്ടൊക്കെ തോന്നിയത്. പിന്നെ ഞങ്ങൾ ഈ വീഡിയോ എടുത്ത സമയം എന്ന് പറഞ്ഞാൽ വാലൻറ്റൈൻസ് ഡേയുടെ കുറച്ച് ദിവസം മുന്നെയാണ്. അപ്പോൾ അതിൻ്റെ കുറേ എന്താ വെച്ചാൽ തീംസും അതേപോലെ തന്നെ ചോക്ലേറ്റ്സ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചില സാധനങ്ങൾക്കും വിലയ്ക്ക് വ്യത്യാസം കാണാൻ പറ്റും. അതും സ്റ്റേറ്റ് വൈസ് ആണ്. കാരണം നമ്മൾ കോയമ്പത്തൂർ എന്നൊക്കെ നോർമലി നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ കിട്ടുന്നതിനെക്കാട്ടി ചില സാധനങ്ങൾക്കൊക്കെ വിലക്കുറവല്ലേ. പക്ഷേ ലുലുവിലും എനിക്ക് ചെറിയ വ്യത്യാസമൊക്കെ തോന്നി ചില സാധനങ്ങൾക്ക്. പിന്നെ ബാക്കിയൊക്കെ കോമൺ തന്നെയാണ്, ഫിക്സഡ് റേറ്റ് ആണല്ലോ. ഞാൻ പറഞ്ഞത് കൂടുതലും ഹൈപ്പർ മാർക്കറ്റിലെ സാധനങ്ങൾക്കായിരിക്കും അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുക. അപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങിയുണ്ട്. വാലൻറ്റൈൻസ് ഡേയുടെ കുറേ അവരിങ്ങനെ ഡിസ്പ്ലേക്കൊക്കെ ഇട്ടിട്ടുണ്ട്, ഓഫേഴ്സും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഏത് ലുലു മാളിൽ പോയാലും നമ്മൾ അവസാനം എത്തിച്ചേരുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഫുഡിൻ്റെ ഏരിയ, കഫേ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും നമ്മൾ എത്തുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കുറേ വെറൈറ്റി ഓഫ് മിക്സ്ചർ കണ്ടു. ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. അതിനൊക്കെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഫുഡിൻ്റെ അവിടെയാണ് കൂടുതൽ കോമൺ ആയിട്ട് തിരക്ക്. പിന്നെ ഇവരുടെ ഉള്ളിലുള്ള അതായത് അടുക്കി വെച്ചിരിക്കുന്നതൊക്കെ കോമൺ തന്നെയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇത് ഒറ്റ ഫ്ലോറായതുകൊണ്ട് നമുക്കിങ്ങനെ കയറി ഇറങ്ങാനുള്ള ഒരു ഇതൊന്നുമില്ല. എല്ലാം ഒരേ കുടക്കീഴെന്ന് പറയുന്ന പോലെ ഒരേ ഇതിലാണ്. അപ്പോൾ മീറ്റ്സും വെജിറ്റബിൾസും ഒക്കെ ഞങ്ങൾ വെറുതെ ചുമ്മാ നോക്കി, വിലയൊക്കെ നോക്കി. പിന്നെ നമ്മളിവിടെ കാണുന്നതിനെക്കാട്ടി കുറേ വെറൈറ്റി മീനൊക്കെ ഞാൻ അവിടെ കണ്ടു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വാലൻറ്റൈൻസ് ഡേ കോർണറാണ്. അപ്പം അവിടെ കുറേ ചോക്ലേറ്റ്സിൻ്റെ വെറൈറ്റി ഒക്കെ കാണാൻ പറ്റി.